നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ DJI Osmo ആക്ഷൻ ക്യാമറ കണ്ടു. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ നമുക്ക് ദൂരേക്ക് നമ്മൾ അകന്നകന്ന് പോകുമ്പോൾ ക്യാമറയിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമറ സൗണ്ട് ക്യാച്ച് ചെയ്യുന്നത് വളരെ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പം ഏത് ആക്ഷൻ ക്യാമറയാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ദൂരെ നിന്നുകൊണ്ട് നമുക്ക് ക്യാമറയോട് ഒന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ നമ്മൾ ബ്ലോഗൊക്കെ ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ ആവശ്യമാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ DJI Osmo ആക്ഷൻ ക്യാമറയിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. DJI Osmo ആക്ഷൻ ക്യാമറയ്ക്ക് ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ അഡാപ്റ്റർ ഉണ്ട്. ആ മൈക്രോഫോൺ അഡാപ്റ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അത് കണക്ട് ചെയ്യുമ്പോൾ ഓഡിയോ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിനകത്ത്, എങ്ങനെയാണിത് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ അവരുടെ പാക്കിംഗ് ഒക്കെ വളരെ മനോഹരമാണ്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കവറ്, അതിൻ്റെ ബില്ലാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് അവരുടെ ഒരു റെൻ്റൽ പ്രോഗ്രാംസ് ഉണ്ട്. IMA സ്റ്റുഡൻറ്റിൻ്റെ നമുക്ക് ആക്സസറീസ് വേണമെങ്കിൽ റെൻറ്റ് തരും. അതിനെക്കുറിച്ചുള്ള ഒരു പേപ്പറാണ്. ഇതാണ് നമ്മുടെ ഇൻവോയ്സ് ബില്ല് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വില ഓൺലൈൻ സെയിലാണ്. ഏകദേശം 4935 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. നേരത്തെയൊക്കെ AliExpress വെബ്സൈറ്റുകളിലൊക്കെ കിട്ടുമായിരുന്നു. അന്നേരമൊക്കെ 1800 രൂപയോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നന്നായിട്ട് വില കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാക്കിംഗ് ആണ്. കുറച്ച് സേഫ്റ്റി ഒക്കെ നല്ലതായിട്ട് ചെയ്തിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ഞാനിത് അഴിക്കുന്നതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതും മാറ്റി. അപ്പോൾ ഇതായി ഇത്തിരി കുഞ്ഞിനാണ് നമ്മുടെ ഇന്നത്തെ താരം. കാണാലോ, ഇവിടെ എഴുതിയിട്ടുണ്ട് സൈനോവ ഓസ്മോ ആക്ഷൻ ഡ്യുവൽ 3.5mm USB-C അഡാപ്റ്റർ. നമ്മുടെ DJI Osmo ആക്ഷൻ ക്യാമറയ്ക്കുള്ളത് DJIയുടെ C ടൈപ്പ് പോർട്ടാണ്. അപ്പോൾ C ടൈപ്പ് പോർട്ടിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഡാപ്റ്ററും വരേണ്ടത്. നമുക്ക് ഈ വിൻഡോ വേണമെങ്കിൽ ഈ ഡോർ എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം ഇത് ഇവിടെ കണക്റ്റ് ആവും. എന്തായാലും എങ്ങനെ കണക്ട് ചെയ്യുന്നതോട് നോക്കാം. വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐറ്റം വന്നു. ഇതാണ് ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ. ഇനിയും ഒന്നുകൂടെ ഒന്ന് തുറന്നു നോക്കാം. യെസ്, അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ അഡാപ്റ്റർ വന്നിട്ടുള്ളത്. ഈ ഇത്തിരി കുഞ്ഞിന് അഡാപ്റ്ററാണ് ഇനി എക്സ്റ്റേണൽ ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫോൺസ് കണക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു വിരലിൻ്റെ അത്രേ വലിപ്പമുള്ളൂ. വിരലിൻ്റെ അല്ലെങ്കിൽ തമ്പിൻ്റെ അത്ര വലിപ്പം ആകെ ഇതിനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇതിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്താൽ ഇളകി പോരുമോ ഇല്ലയോ. അതേപോലെ ഇവിടെയാണ് USB-C ടൈപ്പ് പോർട്ട് വരുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ USB കണക്ഷൻ കൊടുക്കാൻ. അതായത് ഇതും C ആണ്, ഇതും C ആണ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡോറ് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡോറൊന്ന് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കണ്ടല്ലോ, ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കയറ്റി വെക്കണം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കയറ്റി വെക്കണം. ഓക്കെ, ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണൽ അഡാപ്റ്റർ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മൈക്രോഫോൺ കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ അടിയിൽ USB കേബിൾ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട് അത് താഴെ വീഴുമെന്നൊക്കെ ഉള്ളത്. കുലുക്കി നോക്കിയാൽ അറിയില്ല, താഴെ പോവില്ല. അങ്ങനെയുള്ളൊരു
പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് വീഡിയോ എടുക്കുമ്പോൾ അത് തെറിച്ചു പോകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അതിനാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. താഴെ പോകണമെന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യാം. എൽ ബ്രാക്കറ്റ് മൗണ്ട്, ക്യാമറ മൗണ്ട് എന്നൊക്കെ പറയും. അതിൽ 2 ഹോട്ട് ഷൂ മൗണ്ട് ഉണ്ട്. ഇത് സാധാരണ DSLR ക്യാമറ കണക്ട് ചെയ്യാനും അതിൽ കണക്ട് ചെയ്തിട്ട് ലൈറ്റും ഫ്ലാഷും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതല്ലാതെ ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു PGY ടെക്കിൻ്റെ ഒരു കേസ് ഉണ്ട്, എക്സ്റ്റേണൽ കേസ് ഉണ്ട്. ഇതുപോലെ തന്നെ അതിൽ ഈ 2 ഹോട്ട് ഷൂ മൗണ്ടുകൾ ഈ സൈഡിലും മുകളിലുമായിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട്. പക്ഷേ അതിപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയത്. എന്തായാലും ഇതിന് സ്യൂട്ടാണ്. നമുക്കിത് തന്നെ ഇതിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. അതോടൊപ്പം മുകളിലായിട്ട് ഞാനൊരു ബോയയുടെ വയർലെസ് മൈക്രോഫോൺ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്ന് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. ഈ സോക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ പിന്നൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വയർലെസ് അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ സൈനോവ അഡാപ്റ്റർ വഴി DJI Osmo ആക്ഷൻ ക്യാമറയിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്മിറ്ററും എൻ്റെ കയ്യിലുണ്ട്. അത് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്, ഇതും ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ വയർലെസ് മൈക്രോഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ DJI Osmo ആക്ഷൻ ക്യാമറയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്കിപ്പം DJI Osmo ആക്ഷൻ ക്യാമറയുടെ ബാറ്ററി ചാർജിൻ്റെയും റോക്സ്റ്റഡി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെയും ഇടയിലായിട്ട് ഒരു മൈക്രോഫോണിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഇൻറ്റേർണൽ മൈക്രോഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ ചിഹ്നം ഉണ്ടാവുകയില്ല. നോർമലി അങ്ങനെ വരാറില്ല. എക്സ്റ്റേണൽ മൈക്രോഫോൺ അഡാപ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ഐക്കൺ ഈ ക്യാമറയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ആ മൈക്രോഫോണിൻ്റെ ഐക്കൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അതായത് ഓഡിയോ അകത്ത് ചെല്ലുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഇതുവഴി കണക്ട് ചെയ്ത് വയർലെസ് മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലെവൽ, സംസാരിക്കുമ്പോഴുള്ള ലെവൽ വേരിയേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് എക്സ്റ്റേണൽ മൈക്രോഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയർലെസ് മൈക്രോഫോണോ അല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചോ നമുക്ക് DJI Osmo ആക്ഷൻ ക്യാമറയിൽ ഒരു മൈക്രോഫോൺ, എക്സ്റ്റേണൽ മൈക്രോഫോൺ DJI സൈനോവയുടെ സഹായത്തോടെ കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിനി ഇത് ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊന്ന് പോയി നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ട്രൈപോഡ് ഉപയോഗിച്ച് DJI Osmo ആക്ഷൻ ക്യാമറ ഉപയോഗിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ തന്നെ സൈനോവ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അഡാപ്റ്ററിൽ നിന്നുള്ള വയർലെസ് വഴിയുള്ള ഓഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ദൂരെ പിടിച്ചാലും നമുക്ക് ഓഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും കുറയുന്നില്ല. അപ്പം ഇനി കുറച്ച് ദൂരേക്ക് പോയാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഓഡിയോയുടെ ക്ലാരിറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ മൈക്രോഫോണിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് പുറകോട്ട് നടന്നു പോവുകയാണ്. കുറച്ച് ദൂരത്തേക്ക് വോയിസ് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെക്ക് 1 2 3, ചെക്ക് 1 2 3, ചെക്ക് മൈക്രോഫോൺ ടെസ്റ്റ് 1 2 3. നമ്മുടെ നല്ല സറൗണ്ടിങ് നല്ല കാറ്റുണ്ട്, അതിനോടൊപ്പം തന്നെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. ചെക്ക് 1 2 3, ചെക്ക് 1 2 3. കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമോ? ഇത്രയും ദൂരെ നിന്ന് പോലും നമുക്ക് നന്നായിട്ട് അതിൻ്റെ മൈക്രോഫോണിൻ്റെ ടെസ്റ്റിംഗ് നടത്തി വോയിസ് ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു നല്ല വർത്താണ് ഈ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചാൽ. നമുക്കൊരു വയർലെസ് മൈക്രോഫോൺ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. ക്യാമറയിൽ നല്ല രീതിയിൽ നമുക്ക് വ്ളോഗ് ചെയ്യാൻ സാധിക്കും. അപ്പം ഏവർക്കും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഈ ഒരു അഡാപ്റ്റർ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ കണ്ടു, DJIയുടെ Osmo ആക്ഷൻ ക്യാമറയ്ക്ക് ഉപയോഗിക്കാവുന്ന സൈനോവ അഡാപ്റ്ററും കണ്ടു. ഈ അഡാപ്റ്റർ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ നിങ്ങൾ നോക്കുക. ഈ IMA സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുണ്ട്, അതോടൊപ്പം തന്നെ ആമസോണിലും ഉണ്ട്. ക്വാളിറ്റിയും എല്ലാം നോക്കി വേണം അഡാപ്റ്റർ സെലക്ട് ചെയ്യാൻ. വില കുറഞ്ഞ അഡാപ്റ്ററുകളുണ്ട്, അതൊരു പക്ഷേ നല്ലതായിരിക്കുമെന്ന് അറിയില്ല. പൊതുവേ ഈ സൈനോവ അഡാപ്റ്ററാണ് മൊത്തത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൈനോവ അഡാപ്റ്ററിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.